ഓണനാളിൽ പൂവിപണി സജീവമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പൂവിന് അത്യാവശ്യം വിലയൊക്കെ തന്നെ ഉണ്ടെങ്കിലും അത്തപ്പൂക്കളം ഒരുക്കാനായി എല്ലാവരും കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തിരുവോണപ്പുലരിയിലേക്ക് മലയാളി കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. നാളെ തിരുവോണമാണ്. അങ്ങനെ ഉത്രാടപ്പാച്ചിൽ ദിനവും വലിയ തിരക്ക് തന്നെ എല്ലാ വ്യാപാര കേന്ദ്രങ്ങളിലും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂവിപണിയിൽ എങ്ങനെയാണ് കാഴ്ചകൾ എന്നുള്ളത് കൂടി നമുക്ക് കണ്ടുവരാം. എങ്ങനെയാണ് ഏട്ടാ ഇപ്പം നിലവിൽ പൂവിൻ്റെ വില? പൂവിൻ്റെ വില നിലവിൽ എല്ലാ വർഷത്തെക്കാളും ഇത്തിരി കൂടുതലാണ്. ആൾക്കാർ അധികം ഉള്ളതിനാൽ ചിലവ് കൂടുന്നതനുസരിച്ച് പൂവിൻ്റെ വില അവിടെ നിന്ന് കൂടിയാണ് വരുന്നത്. മുല്ലപ്പൂവിന് കിലോയ്ക്ക് 3000 രൂപ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 3000 രൂപ, കഴിഞ്ഞ പ്രാവശ്യം 5000 രൂപയായിരുന്നു. ഈ പ്രാവശ്യം 2000 രൂപ ചെറിയ വ്യത്യാസമുണ്ട് മുല്ലയ്ക്ക്. മുല്ല ഒരു മുഴ ഇപ്പം പോകുന്നത് ഒരു മുഴ 100 രൂപയാണ്. ഒരു മുഴ മുല്ലപ്പൂ പിച്ചി അതേപോലെ തന്നെ 100 രൂപയാണ് കൊടുക്കുന്നത്. പൂവിന് ജമന്തിക്കൊക്കെ വന്നിട്ട് ഇപ്പോൾ 350 രൂപ വിലയാണ് വെള്ള ജമന്തിക്ക്. വാടാമുല്ല 300 രൂപ, മാരിഗോൾഡ് 150 രൂപ. ബാക്കിയുള്ള ഫ്ലവറുകളെല്ലാം തെറ്റില്ലാത്ത റേറ്റാണുള്ളത്. വിപണി ചൂട് പിടിച്ച് വരുന്നതാണ്. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. തിരുവോണത്തിനാണ് സാധാരണഗതിയിൽ വലിയ ഭീമൻ പൂക്കളമൊക്കെ പലരും ഒരുക്കാറുള്ളത്. വിവിധ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ചും അപ്പോൾ സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ പൂരാടം വരെ ഉത്രാടം വരെ ചെറിയ രീതിയിൽ അത്തമിടുന്ന ആളുകൾ തിരുവോണത്തിലേക്ക് എത്തുന്ന സമയത്ത് ഭീമൻ അത്തപ്പൂക്കളം ഒരുക്കാറുണ്ട്. അപ്പോൾ പൂക്കൾ കാര്യമായി തന്നെ വേണ്ടി വരാറുള്ള ഒരു സാഹചര്യമാണ്. പത്തിന് നല്ല 10-ാം ദിവസം പൂക്കൾ ആവശ്യം പോലെ വാങ്ങുന്നത്. ചില്ലറയ്ക്കൊന്നും വാങ്ങില്ല. ഓരോരുത്തരും 10,000, 5,000, 6,000 ഇങ്ങനെ ഓരോ റെസിഡൻസി ഓരോ ക്ലബ്ബുകൾ ഇങ്ങനെ അവരെല്ലാം ഒന്ന് വാങ്ങാറുണ്ട്. ഇത് ഈ വർഷം അതേപോലെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. പണ്ടൊക്കെ 10 ദിവസം അത്തക്കളം ഇടുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ചുരുക്കി ഒറ്റ ദിവസമാക്കി. അതുകൊണ്ട് ഇന്നും നാളെയും ഭയങ്കരമായിട്ടുള്ള തിരക്കും നടന്നുകൊണ്ട് തിരക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓണപരിപാടികൾക്കെല്ലാം നല്ല തിരക്കായിരുന്നു. പൂക്കൾ വാങ്ങുന്നത് ഓഫീസുകളെല്ലാം അതൊക്കെ അവരുടേതായ സെലിബ്രേറ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മളുടെ ആൾക്കാരുടെ സെലിബ്രേറ്റാണ്. ഇൻസ്റ്റന്റ് അത്തപ്പൂക്കളത്തിലേക്ക് പോയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് അത്തപ്പൂക്കളം വിജയിക്കുമോ? അത് നാച്ചുറൽ അത്തക്കളമാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അത് ഒരിക്കലും ആരും അങ്ങനെ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ അതിനെടുത്ത് വയ്ക്കാന്നുള്ളതല്ലാതെ പാരമ്പര്യ തനിമയൊക്കെ ഉള്ള അത്തപ്പൂക്കളം കാണാനായി വിദേശികൾ ഉൾപ്പെടെ സംസ്ഥാനത്തേക്കൊക്കെ വരാറുള്ള പതിവ് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും പൂക്കൾ അത് തനിമയുടെയും പാരമ്പര്യത്തിൻ്റെയും നാച്ചുറലായിട്ടുള്ള പൂക്കൾ, നേച്ചർ പൂക്കൾക്ക് മാത്രമേ അതിനൊരു ഇതുള്ളൂ. അല്ലാതെ വിദേശികൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നൊരു ഓണം കാണാൻ വരാൻ നേരത്തെ അവർക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ച് എങ്ങനെയിരിക്കും? അവർക്കൊരു ഇംപ്രഷൻ ഉണ്ടാവണ്ടേ? അതൊരിക്കലും ഉണ്ടാകത്തില്ല. അത്തം 10-ന് തിരുവോണമാണ്. നാളെ ഭീമൻ പൂക്കളം ഒരുക്കാനായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പിലുമാണ് മലയാളികൾ ഉള്ളത്. പി വി രഞ്ജിത്തിനൊപ്പം ചാലക്കമ്പോളത്തിൽ നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.